അകാലിദൾ നേതാവ് സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ വധശ്രമം നടന്നു. പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിൽ വെച്ചാണ് ഈ വെടിവയ്പ് നടന്നത്. അദ്ദേഹം സുരക്ഷിതനാണ്. വെടിയുതിർത്ത അക്രമി നരേൻ സിംഗ് ചൗരയെ അംഗരക്ഷകർ കീഴ്പ്പെടുത്തി. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരും. അതുപോലെ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് എസ് വിജയകുമാറും ചേരുന്നുണ്ട്. ആദ്യം ബൽറാമിലേക്ക്. ബൽറാം, കുറച്ച് ദിവസങ്ങളായി അദ്ദേഹത്തിന് അകാൽ തഖ്ത് വിധിച്ച ശിക്ഷ ഏറ്റുവാങ്ങി അവിടെ തന്നെ കഴിയുകയായിരുന്നല്ലോ അദ്ദേഹം. എന്താണ് ഇങ്ങനെ ഒരു ക്രോസ് റേഞ്ചിൽ നിന്ന് വെടിവെക്കാനുണ്ടായ പ്രകോപനമെന്ന് വിവരം ലഭിച്ചോ? എസ്കെൻ, അത്ഭുതകരമായ ഒരു രക്ഷപ്പെടലാണ് പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി സുഖ്ബീർ സിംഗ് ബാദലിന് സംഭവിച്ചത്. ഇന്ന് അല്പസമയം മുമ്പ് അമൃത്സറിലെ സുവർണക്ഷേത്ര കവാടത്തിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന് നേരെ വധശ്രമം ഉണ്ടായത്. ദൽ ഖൽസ പ്രവർത്തകൻ ആയ നരേൻ സിംഗ് ചൗരയാണ് അദ്ദേഹത്തിന് നേരെ വെടിയുതിർത്തത്. അദ്ദേഹം ഇന്നലെ മുതൽ ഈ ശിക്ഷാ നടപടികളുടെ ഭാഗമായുള്ള സേവ നടത്തി വരികയായിരുന്നു സുവർണക്ഷേത്രത്തിൽ. അകാലിദൾ സർക്കാർ 2007 മുതൽ 2017 വരെ പഞ്ചാബ് ഭരിച്ച ഘട്ടത്തിൽ ജനങ്ങൾക്കും ഒപ്പം തന്നെ സിഖ് മതത്തിനും വിരുദ്ധമായി ചെയ്ത നടപടികളിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി സിഖ് പുരോഹിത സംഘടനയായ അകാൽ തഖ്ത് അദ്ദേഹത്തെ ശിക്ഷ വിധിക്കുകയായിരുന്നു. തുടർന്ന് സുവർണക്ഷേത്രത്തിൽ സേവാ പ്രവർത്തനങ്ങൾ, ശുചീകരണ പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഏർപ്പെടണമെന്നായിരുന്നു അദ്ദേഹത്തിനും ആ ഘട്ടത്തിൽ മന്ത്രിമാരായി പ്രവർത്തിച്ചവർക്കും വിധിച്ച ശിക്ഷ. അതിൻ്റെ ഭാഗമായി ഇന്നലെയാണ് സേവാ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. സുഖ്ബീർ സിംഗ് ബാദൽ ഈ ക്ഷേത്രത്തിൻ്റെ കവാടത്തിലെ കാവൽ ജോലിയാണ് ഏർപ്പെട്ടിരുന്നത്. ക്ഷേത്ര കാവൽക്കാർ ഉപയോഗിക്കുന്ന തരം മുഗൾ വസ്ത്രവും ഒപ്പം തന്നെ കുന്തവും പിടിച്ചുകൊണ്ട് ശിക്ഷാ നടപടിയുടെ ഭാഗമായാണ് താൻ ഈ സേവാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നും തൻ്റെ തെറ്റുകൾ ക്ഷമിക്കണം എന്നും ആവശ്യപ്പെടുന്ന പഞ്ചാബിയിൽ എഴുതിയ ഒരു ബോർഡ് കഴുത്തിൽ തൂക്കിക്കൊണ്ടായിരുന്നു അദ്ദേഹം ഈ ക്ഷേത്ര കവാടത്തിന് മുന്നിൽ ഇരുന്നത്. അദ്ദേഹത്തിന് Z+ സുരക്ഷ ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരും പാർട്ടി പ്രവർത്തകരും അനുയായികളുമെല്ലാം തന്നെ അദ്ദേഹത്തോടൊപ്പം സമീപത്തായി തന്നെ നിലയുറപ്പിച്ചിരുന്നു. ഇന്നലെയും അത്തരത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം സേവാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നത്. ഇന്ന് രാവിലെ അത്തരത്തിൽ ക്ഷേത്ര കവാടത്തിൽ അദ്ദേഹം സേവാ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടി അക്രമിയായ നരേൻ സിംഗ് ചൗര സാധാരണ നിലയിൽ അദ്ദേഹത്തിന് അടുത്തേക്ക് നടന്നെത്തുകയും അരയിൽ നിന്നും തോക്ക് പുറത്തെടുത്ത് വെടിയുതിർക്കാൻ തുടങ്ങുമ്പോഴേക്കും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ടായിരുന്നവരുടെയും ശ്രദ്ധയിൽപ്പെട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇടപെട്ട് ഇയാളെ പിടിച്ചു മാറ്റുകയായിരുന്നു. ഒരു തവണ വെടി ഉതിർത്തു. എന്നാൽ സുഖ്ബീർ സിംഗ് ബാദലിന് വെടിവെപ്പിൽ പരിക്കേറ്റിട്ടില്ല. അദ്ദേഹം സുരക്ഷിതനാണ്. ഈ അക്രമിയെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടി ചോദ്യം ചെയ്തു വരികയാണ്. എന്താണ് ഇതിൽ പ്രകോപനം എന്ന കാര്യത്തിലടക്കമുള്ള വിശദീകരണം അദ്ദേഹത്തിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട്. ദൽ ഖൽസ എന്നുള്ളത് പഞ്ചാബിലെ ഒരു സായുധ സംഘടനയാണ്. നേരത്തെ മുഗൾ രാജാക്കന്മാർക്ക് എതിരെ പോരാടാനായി രൂപീകരിക്കപ്പെട്ട ഈ സംഘടന ഇപ്പോഴും സജീവമായി തന്നെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. മതപരമായുള്ള ശിക്ഷകൾ അടക്കമുള്ള കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു സംഘടന കൂടിയാണ്. ഈ അകാൽ തഖ്ത് ശിക്ഷ വിധിച്ച ശേഷവും എന്തുകൊണ്ട് ഇത്തരത്തിലൊരു ഇടപെടൽ ദൽ ഖൽസയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളത് വ്യക്തമല്ല. ഇക്കാര്യത്തിൽ അദ്ദേഹത്തിൽ നിന്നും സംഘടനയിൽ നിന്നുമുള്ള വിശദീകരണം അല്പസമയത്തിനകം തന്നെ ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 10 വർഷത്തോളം പഞ്ചാബിൻ്റെ ഉപമുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചു വരുന്നയാളാണ് സുഖ്ബീർ സിംഗ് ബാദൽ. ഒപ്പം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി പരാജയപ്പെട്ട പാർട്ടിക്ക് തിരിച്ചടിയേറ്റിരുന്നു. ഒപ്പം തന്നെ മതപരമായി കോടതി അല്ലെങ്കിൽ മതപരമായ പുരോഹിത വിഭാഗം അദ്ദേഹത്തെ അകാൽ തഖ്ത് അദ്ദേഹത്തെ കുറ്റക്കാരനെന്ന് കണ്ടെത്തി. തുടർന്ന് അദ്ദേഹം ഈ അകാലിദളിൻ്റെ അധ്യക്ഷ സ്ഥാനം കഴിഞ്ഞ മാസമാണ് ഒഴിഞ്ഞത്. പാർട്ടി അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറി നിൽക്കുന്നു എന്ന് കാണിച്ച് പാർട്ടിയുടെ ദേശീയ സമിതിക്ക് അദ്ദേഹം കത്ത് നൽകിയിരുന്നു. തുടർന്ന് ഈ ശിക്ഷയ്ക്ക് പരിഹാരമായി സേവാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ഇന്നലെ രാവിലെ മുതൽ അദ്ദേഹം ഈ ഘട്ടത്തിൽ അദ്ദേഹം സുവർണക്ഷേത്രത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വധിക്കാൻ തന്നെ ലക്ഷ്യം വെച്ച് നടത്തിയ ഒരു അക്രമമായാണ്, ഒരു ഇടപെടലായാണ് ഇതിനെ പ്രാഥമികമായി വിലയിരുത്തുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം അദ്ദേഹത്തിന് നേരെ നടത്തിയത്, എന്താണ് പ്രകോപനം എന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ അക്രമിയെ ഇപ്പോൾ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ് SKN.
ഓക്കെ, താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. അക്രമി നരേൻ സിംഗ് ചൗര ദൽഖൽസ അംഗമാണെന്ന് കൂടി ചില വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും ഈ സംഘടനയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് എസ് വിജയകുമാർ കൂടി ചേരുന്നു. വിജയകുമാർ, ഈ അക്രമിയുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചോ? ദൽ ഖൽസ എന്നതൊരു ഖാലിസ്ഥാനി ബന്ധമുള്ള ഖാലിസ്ഥാൻ അനുകൂല വിഘടനവാദ തീവ്രവാദ സംഘടനയാണ്. ഇതിൽ ഈ പ്രതി ഇപ്പോൾ ഈ വെടിയുതിർത്തയാൾ തന്നെ UAPA കേസിൽ പോലീസ് തെരയുന്ന ഒരാളാണ്. ഇത് ഭിന്ദ്രൻവാലയുമായൊക്കെ ബന്ധമുള്ള അല്ലെങ്കിൽ ഭിന്ദ്രൻവാലയുടെയൊക്കെ ആശയങ്ങളിൽ ആകൃഷ്ടരായി രൂപീകരിക്കപ്പെട്ട ഒരു വിഭാഗമാണ് ഈ ദൽ ഖൽസ. അത് വിഘടനവാദ പ്രവർത്തനങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സംഘടനയിലെ ഒരു അംഗം മറ്റു കേസുകളിലൊക്കെ പ്രതിയാണ് ഈ ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ഈ അക്രമി എന്ന് പഞ്ചാബ് പോലീസ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ലക്ഷ്യം ബാദലിനെ കൊലപ്പെടുത്തുക എന്നത് തന്നെയായിരുന്നു. വധശ്രമം തന്നെ എന്ന് വെച്ചാൽ കൊലപ്പെടുത്തുക എന്നത് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് വളരെ അടുത്ത് വെച്ച് വെടിയുതിർക്കാൻ ഉള്ള തീരുമാനമൊക്കെ എടുത്തത് എന്നാണ് ഈ ഘട്ടത്തിൽ ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. സുരക്ഷാ വീഴ്ചയുണ്ടായി എന്നാണ് അകാലിദൾ ഈ വാർത്തയോട് പ്രതികരിച്ചിരിക്കുന്നത്. അക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച പഞ്ചാബ് സർക്കാരിനുണ്ടായിട്ടുണ്ട് എന്നുള്ള വിമർശനവുമായി അകാലിദൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ സംഘടന DK എന്ന ചുരുക്കപ്പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. ദൽ ഖൽസ. നേരത്തെ ബൽറാം പറഞ്ഞതുപോലെ ഇത് സിഖ് ഗുരുക്കന്മാരുടെ കാലത്ത് രൂപീകരിക്കപ്പെട്ട ഒരു ആർമിയാണ് ദൽ ഖൽസ. അത് സിഖ് ജനതയെ അവരുടെ മത ആചാരങ്ങളെയൊക്കെ സൈനികമായി സംരക്ഷിക്കുക എന്നതായിരുന്നു ഈ ദൽ ഖൽസ എന്ന യഥാർത്ഥത്തിൽ ആ മിലിറ്ററി ഗ്രൂപ്പിൻ്റെ ലക്ഷ്യം അതായിരുന്നു. പക്ഷെ പിന്നീട് ആ സിഖ് ഗുരുക്കന്മാരുടെ കാലശേഷം ജനാധിപത്യ ഗവൺമെൻറ്റുകളൊക്കെ പഞ്ചാബിൽ അധികാരത്തിൽ വന്ന സമയത്ത് അത് ആ ആർമി എന്ന നിലയിൽ അതിന് പ്രവർത്തിക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് പക്ഷേ അതേ പേരിൽ രൂപീകരിക്കപ്പെട്ട മറ്റൊരു സെമി കേഡർ സംഘടന അല്ലെങ്കിൽ ഒരു ആർമി എന്ന മട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു മിലിറ്ററി ഗ്രൂപ്പ് എന്ന മട്ടിൽ പ്രവർത്തിക്കുകയാണ് ദൽ ഖൽസ എന്ന DK ഇപ്പോൾ ചെയ്യുന്നത്. അവർ ഇതിനു മുമ്പ് പല കേസുകളിലും ഈ സംഘടനാ അംഗങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. പലതരത്തിലുള്ള വിഘടനവാദ പ്രവർത്തനങ്ങളിലും ഇതിലെ അംഗങ്ങൾ ഉൾപ്പെടുകയും അവർക്കെതിരെ കേസുകളുമുണ്ട്. ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ഈ അക്രമി തന്നെ UAPA കേസിൽ പ്രതിയാണ്. ഇവിടെയും ഏതാണ്ട് അതേ ഭീകരവാദ പ്രവർത്തനം തന്നെയാണ് ആ സംഘടനയുടെ ഒരു അംഗം ചെയ്തത് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് ഒരു പക്ഷേ ഔദ്യോഗികമായി ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടേക്കാം. എന്തായാലും വളരെ പഴുതടച്ച അന്വേഷണം ഈ വിഷയത്തിൽ നടത്തുന്നുണ്ട് എന്ന് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. ആ മേഖലകളിലെ റോഡുകളൊക്കെ പോലീസ് നിയന്ത്രണത്തിലേക്കായിട്ടുണ്ട്. പൂർണ്ണമായും പോലീസ് വളഞ്ഞിരിക്കുകയാണ് ആ ഭാഗം. ഇത് സുവർണക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടത്തിൽ വെച്ചാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നത് അതീവ ഗൗരവതരമായ ഒരു വിഷയമാണ്. തൻഗ എന്ന സിഖ് മതക്കോടതി, തൻഗ എന്നാണ് മതക്കോടതി അറിയപ്പെടുന്നത്. തൻഗ ശിക്ഷിച്ചതാണ് ബാദലിനെ. അതായത് 2007 മുതൽ 2017 വരെയുള്ള കാലത്ത് അകാലിദളിൻ്റെ ഭരണത്തിലുണ്ടായ വീഴ്ചകൾക്ക് പരിഹാരമായി തൻഗ എന്ന മതക്കോടതി അദ്ദേഹത്തെ ശിക്ഷിച്ചതാണ്. ആ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ ദിവസങ്ങളിൽ സുവർണക്ഷേത്രത്തിലെ സേവാ പ്രവർത്തനങ്ങളിൽ അത് ആക്കുന്നതടക്കം അവിടെ വരുന്ന ആളുകൾക്ക് സേവനം നൽകുന്നതടക്കമുള്ള ജോലികളിൽ ബാദൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കി ഈ ഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ സുരക്ഷാ അനുയായികളില്ല എന്ന ഉറപ്പുവരുത്തി അങ്ങനെ ഇല്ലാത്ത സമയം നോക്കി വളരെ അടുത്തു വെച്ചാണ് വെടിയുതിർത്തത്. പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ സുരക്ഷാ അനുയായികൾ ഉണ്ടായിരുന്നു. തോക്കെടുക്കുന്ന ആ ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അനുയായികളും സുരക്ഷാ ഉദ്യോഗസ്ഥരും ചാടി വീഴുകയാണ് ഈ അക്രമിക്ക് നേരെ. പക്ഷേ അപ്പോഴും ഈ അക്രമി വെടിയുതിർക്കുന്നുണ്ട്. ഈ കയ്യിൽ ബലമായി പിടിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ ഉന്നം തെറ്റിപ്പോവുകയും അത് വേറൊരു തലത്തേക്ക് ആ വെടിയുണ്ട പതിക്കുകയും ചെയ്തത്. അതുകൊണ്ട് മാത്രമാണ് ബാദൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. അദ്ദേഹം സുരക്ഷിതനാണ്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അമൃത്സറിൽ അവിടെ തന്നെ അദ്ദേഹം ഉണ്ട്, സുവർണക്ഷേത്രത്തിൽ തന്നെയുണ്ട്. അക്രമിയെ കീഴ്പ്പെടുത്തി പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അയാളെ രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യുന്നുവെന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ ലഭ്യമായിരിക്കുന്നവരും. ഈ സംഘടനയെക്കുറിച്ച് DK എന്ന ദൽ ഖൽസ എന്ന സംഘടനയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട്. അതിലെ അംഗങ്ങൾ നിരവധി ക്രിമിനൽ കേസുകൾ, ഈ തരത്തിലുള്ള വിഘടനവാദ കേസുകളിൽ പ്രതിയാണ്. ഈ അക്രമിയും ഒരു UAPA കേസിൽ പ്രതിയാണ്. അയാളെ പോലീസ് തെരയുന്ന ഒരു വാണ്ടഡ് ക്രിമിനൽ ആയിരുന്നു എന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്.